വിഴിഞ്ഞം തുറമുഖത്തിന് 10 കിലോമീറ്റർ മാത്രമകലെ പൂവാറിൽ കപ്പൽ നിർമ്മാണശാലയും തലസ്ഥാന വികസന മാസ്റ്റർ പ്ലാനിൽ BJP ഉൾപ്പെടുത്തിയേക്കും. കേരളത്തിലടക്കം കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ നേരത്തെ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സഹകരണത്തോടെ കപ്പൽശാലയും കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രവും നിർമ്മിക്കാനാണ് കേന്ദ്ര പദ്ധതി. തലസ്ഥാന വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും വഴി തുറക്കുന്നതാണ് കപ്പൽശാല പദ്ധതിയെന്ന് കേരള കൗമുദി ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് കപ്പൽ അറ്റകുറ്റപ്പണിക്ക് സൗകര്യമുണ്ടാവേണ്ടതുണ്ട്. ലോകത്തെ വൻകിട കപ്പലുകളെല്ലാം വിഴിഞ്ഞത്തെത്തുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ മാത്രമാണ് ഈ സൗകര്യമുള്ളത്. പൂവാറിൽ തീരത്തുനിന്ന് 1/2 കിലോമീറ്റർ ദൂരം വരെ 13 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതാണ് കപ്പൽശാലയ്ക്ക് അനുകൂലം. 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കൂറ്റൻ കപ്പലുകൾ പോലും നിർമ്മിക്കാൻ അനുയോജ്യമാണിവിടം. ഇടയ്ക്കിടെയുള്ള ഡ്രഡ്ജിംഗ് വേണ്ടിവരില്ല. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കപ്പൽ ക്ലസ്റ്ററുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കപ്പൽശാലയ്ക്കായി കേന്ദ്രവുമായി കൂടുതൽ ചർച്ച നടത്തുമെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്നും സംസ്ഥാന ബഡ്ജറ്റിലും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. അതേസമയം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ കപ്പൽശാല നിർമ്മിക്കാൻ കൊറിയൻ കമ്പനിയായ ഹൂണ്ടായി രംഗത്തുമെത്തി. കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ തുടരാനുള്ള കേന്ദ്ര ബഡ്ജറ്റിലെ നിർദ്ദേശം പൂവാർ കപ്പൽശാലയ്ക്ക് ഗുണമാകും. കപ്പൽ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന നയം പുതുക്കാനുള്ള തീരുമാനവും അനുകൂലമാകും. കപ്പൽ നിർമ്മാണത്തിൽ സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൗകര്യം സജ്ജമാക്കാനുമാണ് ബഡ്ജറ്റിലെ നിർദ്ദേശം. രാജ്യാന്തര കപ്പൽശാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള പൂവാറിൽ തീരത്ത് നിന്ന് 1/2 കിലോമീറ്റർ ദൂരം വരെ 13 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കാൻ വരെ അനുയോജ്യമാണ് പൂവാറിലെ സൗകര്യങ്ങൾ. തീരത്തുനിന്ന് 1/2 കിലോമീറ്ററിനപ്പുറം 30 മീറ്റർ വരെ ആഴമുണ്ട്. ഇടയ്ക്കിടെയുള്ള ഡ്രഡ്ജിംഗ് വേണ്ടിവരില്ല. കപ്പൽശാലയ്ക്ക് അനുയോജ്യമായ പൂവാർ നഗരസഭാതിർത്തിക്ക് പുറത്തുള്ള പഞ്ചായത്താണ്. തലസ്ഥാന വികസനത്തിലുള്ള BJPയുടെ മാസ്റ്റർ പ്ലാനിൽ ഇതുൾപ്പെട്ടാൽ മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തുക എളുപ്പമായിരിക്കും. പ്രധാനമന്ത്രി എത്തുമ്പോൾ കപ്പൽശാല പ്രഖ്യാപനം നടത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. കപ്പൽശാലയോട് ചേർന്ന് ടൗൺഷിപ്പ് ആശുപത്രികൾ എന്നിവ വരും. വൈദ്യുതി, കുടിവെള്ളം, റോഡ് കണക്ടിവിറ്റി എന്നിവ സംസ്ഥാനം ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കപ്പൽശാല വന്നാൽ 15,000-ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അനുബന്ധ വ്യവസായങ്ങൾക്കും മെച്ചമാണ്. നികുതി ഇനത്തിലും നേട്ടമുണ്ടാകും.